ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് പെസറട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പെസറട്ട് എന്ന് പറയുമ്പോൾ പച്ചപ്പയറിൻ്റെ ദോശയാണ് ഈ പെസറട്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ പെസറട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചപ്പയർ രാത്രിയിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വറ്റൽ മുളകും കൂടെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പയറിനകത്ത് നമ്മൾ കല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം കുതിർക്കാനായിട്ട് ഇടാനായിട്ട്. ഒരു 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെ പയർ കുതിർക്കാനിട്ടാൽ മതി. ഇനി നമുക്ക് ഈ പയറിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് വെളുത്തുള്ളി വേണം, ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ജീരകം വേണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വറ്റൽമുളകും നമ്മൾ കുതിർക്കാൻ ഇട്ടേക്കുന്നുണ്ട്, അതും നന്നായിട്ട് അരഞ്ഞു വരും. ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് ഒത്തിരി മുന്നോട്ട് നിൽക്കണമെന്നില്ല, ഇത്രയും മതിയാവും. ഇത് ഒന്ന് കട്ടിയായിട്ടാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിന് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പുളിക്കാനായിട്ട് വെക്കത്തില്ല. ഈ മാവ് അരയ്ക്കുന്ന അപ്പം തന്നെ നമ്മൾ ദോശ ചുടുകയാണ് ചെയ്യുന്നത്. ദോശമാവ് അരച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ നമ്മൾ ദോശ ചുടുകയാണ്. അതേപോലെ തന്നെ ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത്. സാധാരണ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി മതി, ഒരുപാടങ്ങ് കട്ടിയാവരുത്, ഒരുപാടങ്ങ് വെള്ളവും ആയി പോകരുത് മാവ്. അപ്പം മാവ് ബാലൻസ് വന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ആ ദോശയുടെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാട്ടി നല്ലത് അപ്പം തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വൈകുന്നേരം വരെയൊക്കെ വെച്ചിരുന്നത്, അതായത് കുറച്ച് പുളിച്ചു പോയാൽ ദോശയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ദോശയിൽ ഉഴുന്ന് ചേർക്കുന്നില്ല, അതേപോലെ അരിയും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കോ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്കോ ഒക്കെ ഈ ദോശ ഒന്ന് ട്രൈ ചെയ്യാം. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനൊക്കെ ഒന്ന് അധികം ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ ദോശ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്ലം പച്ചടി, അതായത് ഒരു ജിഞ്ചർ ചട്നി ഉണ്ട്, അത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചിലപ്പോൾ ആന്ധ്ര മെസ്സിലൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആ ഒരു കോമ്പിനേഷൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേരിയേഷനാണ് ഉപ്പുമാ പെസറട്ടെന്നും പറഞ്ഞ് കിട്ടും. ഈ പെസറട്ടിനകത്ത് ഉപ്പുമാവ് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നതാണ്, അതും നല്ലൊരു ഡിഷാണ്. അപ്പം അല്ലം പച്ചടിയുടെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.